9th Standard Maths, page 91. First question. Root 2 plus 1 into root 2 minus 1 equal to 1 എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് നോക്കിയേ, ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? നമ്മൾ മുൻപ് ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. നോക്കിയേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ. ഇതേ ഫോർമാറ്റിൽ തന്നെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരിക? root 2 plus 1 into root 2 minus 1 equal to എന്ത് വരും? root 2 plus 1 into root 2 minus 1 equal to എന്ത് വരും? ഇതുപോലെ root 2 square minus 1 square എന്ന് വരും അല്ലേ. ഈക്വൽ ടു root 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് root 2 into 2 അല്ലേ, മൈനസ് 1 വന്നു. root 2 into 2 എന്ന് പറയുമ്പോൾ ഒരെണ്ണം അല്ലേ. എത്രയാണ് root 2 into 2? 2 ആണ്. മൈനസ് 1 ഈക്വൽ ടു 1 ഉണ്ടോ? അപ്പോൾ root 2 plus 1 into root 2 minus 1 ഈക്വൽ ടു 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് എന്തായിരുന്നു? അതായത് 1 by root 2 minus 1 എന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് എങ്ങനെയാണ് ഈ ഒരു ഐഡന്റിറ്റീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തായിരുന്നു? root 2 plus 1 into root 2 minus 1 ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക നോക്കിയേ. root 2 minus 1 ഇതിനെ നമുക്ക് root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതിനെ root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ അതായത് ഡിനോമിനേറ്ററിനെ നമ്മൾ എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനെയും ചെയ്യണം, ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? root 2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? എങ്ങനെയാണ്? ന്യൂമറേറ്റേഴ്സ് അല്ലേ മുകളിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into root 2 plus 1 എന്ന് പറയുമ്പോൾ root 2 plus 1 എന്ന് തന്നെയാണ് കിട്ടുക. ഇനി root 2 minus 1 into root 2 plus 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? root 2 plus 1 എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? up to 2 decimals എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. root 2ന്റെ വാല്യൂ എത്രയാണ്? root 2ന്റെ വാല്യൂ എത്രയാണ്? 1.414. ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക, പ്ലസ് 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 plus 1 2.414 എന്നാണ് കിട്ടുക. 2 decimals എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം നോക്കിയാൽ മതി, മൂന്നാമത്തെ ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? 2.41 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഇതിലെ നെക്സ്റ്റ് തേർഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 by root 2 plus 1 ഇതുപോലെ തന്നെയാണ് അല്ലേ ചെയ്യേണ്ടത്, കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എങ്ങനെയാ? ഇതിവിടെ 1 കിട്ടണമെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്താൽ മതി? root 2 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും root 2 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 into root 2 minus 1 root 2 minus 1 by 1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ root 2 minus 1 by 1 എന്ന് പറയുമ്പോൾ root 2 minus 1 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? root 2ന്റെ വാല്യൂ എത്രയാണ്? 1.414 minus 1 എത്ര കിട്ടുക? 0.414. 2 decimals മതി എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് 2 വരെ നോക്കിയാൽ മതി. എത്ര ആൻസർ വരുന്നത്? 0.41. Second question. ഓക്കെ, ഇനി നോക്കിയേ, ഇത് ഇവിടെ അല്ലേ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടണമെങ്കിൽ പൈതഗോറസ് തിയറം എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. അപ്പോൾ 4 സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് എത്രയാണ്? 2x ആണ്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? x ആണ്. x സ്ക്വയർ എന്ന് വന്നു അല്ലേ. അപ്പോൾ 16 ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 into 2 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്നായി അല്ലേ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? 4x സ്ക്വയറിൽ നിന്ന് x സ്ക്വയർ ഒരു x കുറയ്ക്കുമ്പോൾ 3x സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 16 ഈക്വൽ ടു ആണ് 3x സ്ക്വയർ അല്ലേ. 16 ഈക്വൽ ടു 3x സ്ക്വയർ ആണെങ്കിൽ x സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 16/3 എന്ന് കിട്ടി. ഇനി ഇതിന്റെ സ്ക്വയർ പോകുമ്പോൾ അല്ലേ,
അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ സ്ക്വയർ പോകുമ്പോൾ അവിടെ എന്ത് വരും, റൂട്ട് വരും അല്ലേ, 16/3 എന്ന് വരും. ഇനി ഇതിൽ നോക്കിയാൽ 16ന്റെ റൂട്ട് എത്രയാണ്, 4 ആണ്, നമുക്കറിയാം. 3ക്ക് റൂട്ട് ഇല്ല, അപ്പം അതുകൊണ്ട് റൂട്ട് 3 എന്ന് തന്നെ നമ്മൾ ഇട്ടു. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 4/√3 എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്, ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാൻ നോക്കണം അല്ലേ. റൂട്ട് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാം, നമുക്ക് ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ √3 × √3 എന്ന് പറയുമ്പോൾ 3 ആവും. അപ്പോൾ നമ്മുടെ റൂട്ട് പോയി. ഇനി നമുക്ക് ഡിനോമിനേറ്ററിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും, 4 × √3, 4√3/3 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. √3 എന്ന് പറയുന്നത് എത്രയാണ്, 1.732 ആണ്. അപ്പോൾ എത്ര കിട്ടും, 4 × 1.732/3 എന്ന് കിട്ടി. 4 × 1.732 അല്ലേ, 4 × 1.732 എത്രയാണ് കിട്ടുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.928/3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, 6.928നെ 3 കൊണ്ട് ഹരിക്കണം അല്ലേ, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2.309 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതെന്താണ്, എക്സ് ആണ് അല്ലേ, നമ്മളുടെ സൈഡ് ലെങ്ത് ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, therefore length of the sides of equilateral triangle equal to എത്രയാണ്, 2x ആണ് അല്ലേ. അപ്പോൾ 2x equal to 2 × x എത്രയാണ് നമുക്ക് കിട്ടിയത്, 2.309 ആണ് കിട്ടിയത്. ഈക്വൽ ടു 2 × 2.309 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 4.618 cm. ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഡെസിമൽ പോയിന്റ് നമ്മളോട് എന്ത് പറഞ്ഞിട്ട്, മില്ലിമീറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ സെന്റിമീറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ 2 ഡെസിമൽ വരെ നോക്കിയാൽ മതി. മില്ലിമീറ്ററിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ 3 ഡെസിമൽ പോയിന്റ് വരെ നമ്മൾ നോക്കണം. Third question. റേഷ്യോ ഓഫ് ദ ഔട്ടർ സ്ക്വയറും ഇന്നർ സ്ക്വയറും അല്ലേ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ അല്ലേ. അതായത് പുറത്തുള്ളതിൻ്റെ സൈഡിൻ്റെയും ഇന്നർ സ്ക്വയറിൻ്റെ ഇതിൻ്റെയും രണ്ടിൻ്റെയും സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ, ഈ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോന്നും എന്ത് കിട്ടുമെന്നറിയാം, റൈറ്റ് ട്രയാങ്കിൾസ് ആണ് ഇവിടെ കിട്ടാമെന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2x ആണ് വരുന്നത് അല്ലേ. ഇവിടെയൊക്കെ എന്താ വരിക, 2x അല്ലേ, 2x ആണ് സൈഡ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ബേസ് എക്സ് കിട്ടിയിട്ടുണ്ട്, 2x ഹൈപ്പോട്ടനസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. എന്താണ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു, ഹൈപ്പോട്ടനസ് എത്രയാണ് ഇവിടുത്തെ 2x ആണ്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്, x സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു എത്ര വരും, 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 2 4, 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ ഈക്വൽ ടു √3x സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഇനി √3x സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ റൂട്ട് എത്രയാണ് ഇല്ല അല്ലേ. അപ്പോൾ √3 തന്നെ എഴുതാം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് വരുമ്പോൾ എന്ത് വരും, റൂട്ടിൻ്റെ പുറത്തേക്ക് എക്സ് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഹൈറ്റ് എത്ര കിട്ടുന്നത്, √3x കിട്ടി. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത്രയും ഭാഗം അല്ലേ, കറക്റ്റ് ഹാഫ് ആയിട്ടാണ്, ഇത്രയും ഭാഗമാണ് എന്ത് വരുന്നത്, √3x എന്ന് വരുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 ഈക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റുകൾ തമ്മിൽ ചേരുന്നതാണ് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് വരിക, ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എത്ര വരും, 2 √3x വരും അല്ലേ. 2 × √3x ഈക്വൽ ടു 2√3x. ഇതാണ് എന്ത് വരുന്നത്, റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താ വരുന്നത്, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ
ഇവിടെയും 3x ഇവിടെ 3x അല്ലേ. അപ്പോൾ രണ്ട് 3x പ്ലസ് ഈക്വലേറ്ററിൽ നമുക്ക് ഓൾറെഡി 2x കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? സൈഡ് ഓഫ് ദ ഔട്ടർ സ്ക്വയർ കിട്ടി. അപ്പം എങ്ങനെയാണ് എഴുതുക? സൈഡ് ഓഫ് ദ ഔട്ടർ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? സൈഡ് ഓഫ് ദ ഔട്ടർ സ്ക്വയർ ഈക്വൽ ടു എത്ര വരുന്നത്? 2√3x അല്ലേ. ഇത് രണ്ടും ഇത്രയും 2√3x പ്ലസ് 2x. ഇതാണ് എന്ത് പറയുന്നത്? ഔട്ടർ സ്ക്വയറിന്റെ സൈഡ് വരുന്നത്. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇന്നർ സ്ക്വയറിന്റെ അല്ലേ. അപ്പോൾ ഇതുപോലെ സൈഡ് ഓഫ് ദ ഇന്നർ സ്ക്വയർ കണ്ടുപിടിക്കുക. സൈഡ് ഓഫ് ദ ഇന്നർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരിക നോക്കിയേ? ഈ റെക്റ്റാങ്കിളിന്റെ ഇത്രയും സൈഡിൽ നിന്ന് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് എത്ര? 2√3x ആണ് അല്ലേ. അപ്പോൾ 2√3xൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയായിരുന്നു? 2x മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇന്നർ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡുകളും കിട്ടി അല്ലേ. ഇനി ഇതിന്റെ റേഷ്യോ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുക? റേഷ്യോ ഈക്വൽ ടു റേഷ്യോ എത്ര വരുന്നത്? ആദ്യത്തെ ഔട്ടർ സ്ക്വയറിന്റെ സൈഡ് എത്രയാ? 2√3x പ്ലസ് 2x is to 2√3x മൈനസ് 2x അല്ലേ. ഇതാണ് നമ്മുടെ റേഷ്യോ വരുന്നത്. ഇനി ഇതിൽ നോക്കിയാൽ ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാ? 2x കോമൺ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 2x ഇൻറ്റു ഇതിൻ്റെ ഉള്ളിൽ എന്താ വരിക? 2x ഇതിൽ നിന്ന് പോയ ബാക്കി √3 ഉണ്ട് അല്ലേ. √3 പ്ലസ് ഇതിൽ നിന്ന് 2x പോയ ബാക്കി 1 ഉണ്ട്. ഇവിടെ നിന്ന് 2x പോയ 2x ബ്രാക്കറ്റിൽ √3 മൈനസ് 1 എന്നാണ് അല്ലേ. അപ്പോൾ എത്ര എങ്ങനെയാണ് റേഷ്യോ വരുന്നത്? 2x ഇൻറ്റു √3 പ്ലസ് 1 is to 2x ഇൻറ്റു √3 മൈനസ് 1. ഇതിലെ 2xും 2xും ക്യാൻസലായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര വരുന്നത്? √3 പ്ലസ് 1 is to √3 മൈനസ് 1. ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? റേഷ്യോ. സൈഡ് ഓഫ് ദ ഔട്ടർ സ്ക്വയറും സൈഡ് ഓഫ് ദ ഇന്നർ സ്ക്വയറും തമ്മിലുള്ള റേഷ്യോ.